ഹലോ ഹലോ നമസ്കാരം. റിവ്യൂ ജംഗ്ഷന്റെ മൂന്നാമത്തെ റിവ്യൂയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ഞങ്ങളുടെ അഭിപ്രായമാണ്. അത് ഈ ഒരു റിവ്യൂവിൻ ബേസിൽ നിങ്ങൾ കാണാനോ കാണാതിരിക്കാനോ നിങ്ങൾ ശ്രമിക്കാതിരിക്കുക. തികച്ചും സിനിമ കാണുന്നത് അവരുടെ ടേസ്റ്റ് അനുസരിച്ചായിരിക്കണം. സോ ചിലപ്പോൾ ഞങ്ങളുടെ ടേസ്റ്റ് ആയിരിക്കത്തില്ല നിങ്ങളുടെ ആയിരിക്കത്തില്ല ഞങ്ങളുടെ. സോ അത് മനസ്സിൽ വെച്ചിട്ട് വേണം ഈ റിവ്യൂ കാണാനും അതിനുശേഷമുള്ള തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കാനും. ഓക്കെ. സോ പുഷ്പ ടു ദ റൂൾ. ഈ സിനിമ കണ്ടിറങ്ങി കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ടായിരുന്നു. അത് പി സുകുമാർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തിന്റെ ആവശ്യമായിരുന്നു ഈ സെക്കൻഡ് പാർട്ടിലേക്ക്, ഒരു സെക്കൻഡ് പാർട്ട് പുഷ്പയ്ക്ക് ഒരു സെക്കൻഡ് പാർട്ട് എന്തിനാണ് എന്നൊരു ചോദ്യമാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, 3 മണിക്കൂർ 20 മിനിറ്റ് എന്ന് പറയുന്ന ഒരു ഡ്യൂറേഷൻ ഈ സിനിമയ്ക്ക് ആവശ്യമുണ്ടായിരുന്നു. മൂന്നാമത്തത്, ഇതിന്റെ മൂന്നാമത്തെ പാട്ടിന്റെ എന്ത് ആവശ്യമാണ് ഉള്ളത്? ഇത് മൂന്നുമാണ് എനിക്ക് ആ പടം കണ്ടിറങ്ങിയപ്പം എനിക്ക് സ്വയം എന്നോട് തന്നെ ചോദിച്ചൊരു ചോദ്യം വരുന്നത്. കാര്യം, ഒന്നാമത്തെ പാർട്ടിൽ കൊണ്ട് തന്നെ നിർത്താൻ പറ്റുന്ന ഒരു സിനിമയായിരുന്നു. ഒരു ബ്ലോക്ക് ബസ്റ്റർ അത് അവിടെ വെച്ച് നിർത്തി വേറെ ഏതെങ്കിലും പടമായിട്ട് അദ്ദേഹം വന്നായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഓക്കെ, സെക്കൻഡ് പാർട്ടിലോട്ട് എന്തായാലും അദ്ദേഹം വന്നു. ആ വന്നപ്പോൾ 3 മണിക്കൂർ 20 മിനിറ്റ് ഒരു സിനിമയെ നമ്മൾ 3 മണിക്കൂർ 20 മിനിറ്റ് പ്രേക്ഷകരുടെ മുമ്പിലോട്ട് നമ്മൾ കൊണ്ടുപോകുമ്പം തീർച്ചയായിട്ടും അതിനുള്ള ഒരു ഡെപ്ത് മൂവിക്ക് ഉണ്ടായിരിക്കണം. പിടിച്ചിരുത്താൻ, ആൾക്കാരെ മുഷിപ്പിക്കാതെ 3 മണിക്കൂർ 20 മിനിറ്റ് കൊണ്ടുപോകാനുള്ള ഒരു കണ്ടന്റ് അതിലുണ്ടായിരിക്കണം. അത് ഇതിലുണ്ടോ എന്നത് സംശയം. ഒന്നാമത്തത് കാര്യം, ഒരു റെഡ് ചാനൽ അതിന്റെയൊക്കെ ഒരു തീമിൽ പോയ ഒരു സാധനത്തിൽ നിന്ന് സെക്കൻഡ് പാർട്ട് വന്നപ്പം അതിൽ നിന്ന് മാറി വേറെ ഏതൊക്കെയോ ദിശയിൽ കൂടെയൊക്കെ ഈ സിനിമ പോകുന്നത്. ഒരു വട്ടം നമ്മൾ തന്നെ ചിന്തിക്കുന്നത്, എന്തിനാ ഈ വഴിയിലൊക്കെ പോകുന്നതിന്റെ ആവശ്യം എന്തായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു സമയം. രണ്ടാമത്തെ ചോദ്യം, ഈ നാഷണൽ അവാർഡ് അദ്ദേഹത്തിന് കിട്ടി, അല്ലു അർജുന് കിട്ടിയതിന് ശേഷം അദ്ദേഹത്തിന്റെ കുറച്ച് അഭിനയ മുഹൂർത്തങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണോ കുറച്ച് പരിപാടികൾ ഇതിനകത്തുള്ളതെന്ന് പോലും സംശയിച്ചു പോയി ഇടയ്ക്ക് വെച്ചിട്ട്. അദ്ദേഹം മോശമായിട്ടൊന്നും അഭിനയിച്ചിട്ടില്ല, നല്ല രീതിയിൽ തന്നെയാണ് അഭിനയിച്ചിട്ടുള്ളത്. പക്ഷേ അത് ഈ സിനിമയ്ക്ക് ഇപ്പൊ ആവശ്യമുണ്ടോ എന്നുള്ളതാണല്ലോ മെയിൻ ചോദ്യം. ആ സിനിമയ്ക്ക് ആ സീനും അങ്ങനെ സീൻസിന് ആ സിനിമയിൽ ഒരു സാധ്യത ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഉള്ളൂ അദ്ദേഹം അത്രയും ഭയങ്കരമായിട്ട് എഫേർട്ട് ഇട്ട് അഭിനയിക്കുമ്പോൾ അത് വർക്ക് ആവത്തുള്ളൂ. അങ്ങനെ ഒരു ആവശ്യം ഈ സിനിമയിൽ ഉടനീളം ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. അദ്ദേഹം സെന്റിമെന്റൽ സീൻസ് ഒക്കെ, ഇമോഷൻസും കാര്യങ്ങളൊക്കെ ഒക്കെ നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഈ സിനിമയ്ക്ക് ആ സീൻസ് ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് തോന്നിയിട്ടുള്ളത്. കാര്യം, ഈ ഡയറക്ടർ സുകുമാർ ഒന്ന് മനസ്സ് വെച്ചാൽ മിനിമം ഒരു 30 തൊട്ട് 45 മിനിറ്റ് വരെ കട്ട് ചെയ്ത് കളയാൻ പറ്റുന്ന ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു. കാര്യം, ഈ സിനിമ 2.5 മണിക്കൂർ താഴെ നിർത്താൻ പറ്റുന്ന ഒരു സിനിമയായിരുന്നു. ആ 2.5 മണിക്കൂർ താഴെ ഈ സിനിമ നിർത്തിയിട്ടെങ്കിൽ ഒരുപക്ഷെ ഇത്രയ്ക്ക് ബാക്ക് ഫയർ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം, ആൾക്കാർക്ക് കുഴപ്പമില്ലാതെ കണ്ടിരുന്നെങ്കിൽ പോയേനെ. ഇത് 3 മണിക്കൂർ 20 മിനിറ്റിനകത്ത് ഒരു 45 മിനിറ്റ് ഇതേപോലെ ആവശ്യമില്ലാത്തടത്ത് പാട്ടുണ്ട്, എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്. അത് നമ്മൾ അങ്ങോട്ടേക്ക് അധികം പോകുന്നില്ല. എന്നാൽ പോലും ഒന്നേന്ന് തുടങ്ങാം. അല്ലു അർജുൻ ഡീസന്റ് ആയിട്ടുള്ള ഇമോഷൻസും കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ചോദ്യം നേരത്തെ പറഞ്ഞ പോലെ ഈ ഇമോഷൻസിന്റെ ഒന്നും ആവശ്യം സിനിമയിലില്ല. ആ സീനൊക്കെ ഇദ്ദേഹത്തിന് വേണ്ടി രണ്ടാമത്തെ അവാർഡിന് വേണ്ടിയാണോ എന്നറിഞ്ഞുകൂടാ. പക്ഷെ എന്നാലും ആ കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ട്. അദ്ദേഹം അത് കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആൾക്കാർക്ക് അത്യാവശ്യം ബോറടിക്കുന്നുണ്ട്. കാര്യം, അതിനകത്ത് ആവശ്യമില്ല, സീനൊന്നും ആവശ്യമില്ലാഞ്ഞിട്ടാണ് ഉള്ളത്. രണ്ടാമത്തെ പിന്നെ അതിനകത്ത് അദ്ദേഹത്തിന് എന്താ ചെയ്യാനുള്ളതെന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടാ. അത് അദ്ദേഹം എന്തൊക്കെയോ ചെയ്തു പോകുന്നുണ്ട്. ഫൈൻ, അങ്ങനെ പോട്ടെ. രശ്മിക അത്യാവശ്യം വെറുപ്പിച്ചിട്ടുണ്ട്. എന്റെ കാര്യത്തിലും പറയാണ്, എനിക്ക് അതിനകത്ത് ഒരുപാട് അറിഞ്ഞൂടാ. സാമി എന്നുള്ള വിളിയൊക്കെ കേൾക്കുമ്പോഴേ നമുക്ക് ഇറിറ്റേറ്റഡ് ആവുന്നുണ്ട്. അത് ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും ഒക്കെ അത് പറഞ്ഞ് എന്തിനാണോ അത്രയും അതിനെ വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നതെന്നും അനാവശ്യമായിട്ട് ഒരുപാട് സീൻസ്, കുറെ ഡയലോഗ് പറയുന്നതും മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതും ഒക്കെ രശ്മിക്കുണ്ട്. അതൊക്കെ അത്യാവശ്യം ബോറാണ്. അത്യാവശ്യം മെനക്ക് ബോറായിട്ട് തന്നെ അത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ തിരക്കഥ അറിഞ്ഞുകൂടാ. പുള്ളി എഴുതി അങ്ങ് പോവായിരുന്നു എന്നാ തോന്നുന്നത്. അദ്ദേഹത്തെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള ഞാൻ ആളൊന്നുമല്ല. പക്ഷെ എന്നാൽ പോലും ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ പറയുന്നത്. ഒന്നെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഫസ്റ്റ് പാർട്ടിയിൽ നിന്ന് സെക്കൻഡ് പാർട്ടിലോട്ട് വരുമ്പോൾ അതിന്റെ ഒരു കോർ സബ്ജക്ട് നമ്മൾ അവിടെ തന്നെ പ്ലേസ് ചെയ്തിട്ട് വേണം ആ സ്റ്റോറി നറേറ്റ് ചെയ്തായിരുന്നെങ്കിൽ ആൾക്കാർക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അതിൽ നിന്ന് വേറെ ഏതൊക്കെയോ ദിക്കിലോട്ട് കയറി പോകുമ്പോൾ ഉണ്ടാവുന്ന ആൾക്കാരിൽ ഉണ്ടാവുന്ന ഒരു മുഷിപ്പ്, എന്തിന്റെ ആവശ്യമുണ്ടോ എന്ന് പോലും അറിഞ്ഞുകൂടാ. അതിന്റെ ആവശ്യമുണ്ടെന്ന് പോലും തോന്നുന്നില്ല. രണ്ടാമത്തെ പരിപാടി, ഒരു ആവശ്യമില്ലാത്തുള്ള ആക്ഷൻ ബ്ലോക്സ്, ആവശ്യമില്ലാത്ത സ്ഥലത്തുള്ള ഇതിന്റെ ഒരു മ്യൂസിക് അല്ലെങ്കിൽ സോങ്സ് പ്ലേസ് ചെയ്യുന്നത്, അത് ഒരു സാധാരണ ഒരാൾക്ക് പോലും ഒരു ഫൈനൽ കട്ട് കാണുമ്പോൾ മനസ്സിലാവും ഈ പറയുന്ന പോലെ ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഇതൊക്കെ കട്ട് ചെയ്താൽ കളയാൻ പാടില്ലേ എന്ന് നമുക്ക് തോന്നും. ഇത്രയും സീനിയർ ആയിട്ടൊരു വ്യക്തിക്ക് അത് തോന്നാതിരുന്നതാണ് ഒരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്.
അടുത്തത് പറയാനുള്ളത് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ്, ദേവിശ്രീ പ്രസാദ്. ആക്ച്വലി എനിക്ക് അറിഞ്ഞുകൂടാ, സോങ്സും വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, ബട്ട് ഇറ്റ്സ് ഓക്കെ. പക്ഷെ ഒരു ഓവർലെവൽ ആണ് അദ്ദേഹത്തിന്റെ ബീജിയം എല്ലാം ഒരു 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 രോമാഞ്ചം ഉണ്ടാക്കുന്ന ഇത്രയും ഒരു മാസ് സെറ്റപ്പിനകത്തൊക്കെ വരുമ്പോ ബീജിയമിനൊക്കെ ഇച്ചിരി ഒരു ഇത് വേണ്ടേ. പക്ഷെ എന്തോ അതും ആ ഡിപ്പാർട്ട്മെന്റും വലിയ രീതിയിലൊന്നും മെച്ചം ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ പാവം ഫഹദ് ഫാസില്, നമ്മുടെ കുമ്പളിങ്ങിലെ ആ ഒരു ഷിമ്മയുടെ ഇപ്പോഴും അതിനകത്തുണ്ട്. ആ ഒരു ഛായയും കാര്യങ്ങളൊക്കെ ഇപ്പോഴും അദ്ദേഹം അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അദ്ദേഹത്തിന് ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നുമില്ല. ഭയങ്കര രീതിയിൽ പെർഫോമൻസ് ഉണ്ടെന്നൊക്കെ ഒരുപക്ഷെ നമുക്ക് മലയാളികൾക്ക് തോന്നാത്തായിരിക്കും. കാര്യം നമ്മൾ അദ്ദേഹത്തിന്റെ വേറെ നിലക്കിലും പെർഫോമൻസ് കണ്ടുകൊണ്ടുകൂടി തന്നെ ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ നല്ല ഓർത്തിരിക്കാൻ നല്ല ഉണ്ട്. ഇപ്പൊ അവർക്കില്ലാഞ്ഞിട്ടായിരിക്കാം ഒരു പക്ഷെ ഇതിനകത്തുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അദ്ദേഹത്തിനെ ഒരു കോമാളിയായിട്ട് പ്ലേസ് ചെയ്തായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. കാര്യം എന്തിനായിരുന്നു അത്, അങ്ങനെ ഒരു എൻഡ് അവിടെ എന്തിനായിരുന്നു അറിഞ്ഞുകൂടാ. എന്തൊക്കെയോ കാട്ടി അദ്ദേഹം സൈഡിലുണ്ട്, പിന്നെ ആരൊക്കെയോ വന്നു പോകുന്നുണ്ട്, അറിഞ്ഞുകൂടാ. എന്താ പറഞ്ഞ ഒരു 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 30-45 മിനിറ്റ് അദ്ദേഹം മനസ്സ് വെച്ചായിരുന്നെങ്കിൽ ഈസി ആയിട്ട് കട്ട് ചെയ്ത് കളഞ്ഞ് ഒരു 2.5 മണിക്കൂർ താഴെ ഈ പടം വളരെ ക്രിസ്പായിട്ടും ഷാർപ്പായിട്ടും കട്ട് ചെയ്ത് പ്ലേസ് ചെയ്യായിരുന്നെങ്കിൽ ഇതിന് നല്ല രീതിയിൽ ഇത് പോയേനെ, സത്യമായിട്ട് പോയേനെ. ഇത് പക്ഷെ ഇത് ഇത്രയും വന്നുകൊണ്ട് ഇത് എനിക്ക് അറിഞ്ഞൂടെ ഞാൻ തീരുന്നു. അടുത്തത് ഇതിന്റെ പാർട്ട് 3യുടെ ആവശ്യം എന്താണെന്ന് ഒരു ലോജിക്കും മനസ്സിലാവുന്നില്ല. അതിന്റെ ആവശ്യമില്ല. പാർട്ട് 3 എന്തിനാണ് പാർട്ട് 3 എന്ന് അറിഞ്ഞുകൂടാ. എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. പിന്നെ ആ തുടക്കത്തിലെ ഒരു ഫൈറ്റ് ഒക്കെ ഉണ്ട്, എന്ത് ലോജിക്കിലാണോ. പിന്നെ നമ്മൾ തെലുങ്ക് പടത്തിന് അത് ലോജിക്ക് ചിന്തിക്കാൻ പാടില്ല എന്നുള്ളതാണല്ലോ ഒന്നാമത്തെ റൂള്. അപ്പം ആ റൂളൊന്നും അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നില്ല, അത് വിട്ടുപിടിക്കുന്നു, പോട്ടെ. അപ്പം ഇത് നിങ്ങളൊരു മാസ് മസാല എന്റർടൈനേഴ്സ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, നിങ്ങളുടെ കയ്യിൽ ഇഷ്ടം പോലെ സമയവും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ കൊള്ളാം, നിങ്ങളൊന്ന് പോയി കാണുന്നതിൽ തെറ്റൊന്നുമില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇതിനകത്ത് പ്രത്യേകിച്ച് എടുത്തു വരാനോ അല്ലെങ്കിൽ സിനിമ കണ്ട് ഇറങ്ങി വരുമ്പോൾ നമുക്ക് ഓർത്തിരിക്കാനോ അല്ലെങ്കിൽ ത്രില്ലടിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു മൊമെന്റോ കാര്യങ്ങളോ നല്ലൊരു സീനോ 1-2 സീൻസ് അവിടെ ഉണ്ടാവും എന്നല്ലാണ്ട്, പക്ഷെ ഇത്രയും ഒരു ഡ്യൂറേഷൻ വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നമ്മളെ ബോർ അടിപ്പിക്കുന്നുണ്ട്, നല്ലപോലെ നമ്മുടെ ക്ഷമയെ പരീക്ഷിക്കുന്നുണ്ട്. അത്യാവശ്യം എല്ലാവരും നമ്മൾ വെറുപ്പിക്കുന്നുണ്ട്. ഇപ്പം രാഷ്ട്രീയ വെറുപ്പിക്കുന്ന അങ്ങനെയല്ല, അനാവശ്യമായിട്ടുള്ള ഡയലോഗ്സ് കുത്തിക്കയറ്റിയും സീൻസ് കുത്തിക്കയറ്റിയും സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് ബോറടിക്കുമല്ലോ. അപ്പൊ അതൊരിക്കലും ആക്ടേഴ്സിന്റെ കുഴപ്പമല്ല, അത് സീനിന്റെ എഴുതിയതിന്റെ കുഴപ്പമാണ്. പിന്നെ ഇതൊക്കെയാണ് പുഷ്പ 2 ദ റൂൾ. എനിക്ക് പേഴ്സണലി വർക്കൗട്ട് ആയില്ല ഈ സിനിമ. ബാക്കി കാണാൻ താല്പര്യമുള്ളവർ പോയി കണ്ടിട്ട് താഴെ കമന്റ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം താങ്ക് യു സോ മച്ച്. ഇത്രയും സമയം നിങ്ങൾ ഈ റിവ്യൂ കേൾക്കാൻ കാത്തിരുന്നതിന് നന്ദി. താങ്ക് യു സോ മച്ച്. പറയാൻ ഒരു കാര്യം കൂടി, രാജമൗലി പ്രശാന്ത് ഈ 2 പേർക്കിട്ടും 2 എണ്ണം കിട്ടേണ്ട സമയം അതിക്രമിച്ചു. വേറൊന്നുമല്ല, ബാഹുബലി 2, ഈ KGF 2 ഈ 2 സാധനങ്ങൾ ബോക്സ് ഓഫീസിൽ ഹിറ്റായതിന്റെ ഒറ്റ ബേസിലാണ് ഇപ്പോൾ സകലമാന വള്ളിക്കെട്ട് പടങ്ങൾക്കും ഈ പാർട്ട് 1 പാർട്ട് 2 ഉള്ള സെറ്റപ്പ് വന്നിട്ടുള്ളത്. ആവശ്യമുള്ളതിനും പാർട്ട് 1 പാർട്ട് 2, ആവശ്യമില്ലാത്തതിനും പാർട്ട് 2, ഒരു പിടുത്തമില്ല. എന്റെ പൊന്നെണ്ണ, നിങ്ങൾ ഇതുപോലത്തെ ഐറ്റം കൊണ്ടൊന്നും വരരുത്. സത്യം, ഇത് പുഷ്പ സത്യം പറഞ്ഞ പാർട്ട് 1 തന്നെ എൻഡ് ചെയ്തങ്ങ് പോയാൽ മതിയായിരുന്നു. അതൊരു നല്ല സാധനമായിരുന്നു, അങ്ങനെ അങ്ങ് പോയാൽ മതിയായിരുന്നു. ഇത് 2 വന്നപ്പോ 3 വേണമെന്ന് വരുന്നു എന്ന് പറഞ്ഞു, അറിഞ്ഞുകൂടാ. കാത്തിരുന്ന് കാണും. പീസ് ഔട്ട്. ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.